ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നിതാ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു വീഡിയോ ആണ്. നൈലോൺ ബാൻഡ് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന 2 സിമ്പിൾ ഐഡിയാസാണ് കാണിക്കുന്നത്. എന്തായാലും കുഞ്ഞു ബേബീസൊക്കെ ഉള്ളവരാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കിക്കോ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഇതിനായിട്ട് നമുക്ക് ഒരുപാട് മെറ്റീരിയൽസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ 2 ടൈപ്പ് ലേസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ മെയിനായിട്ട് വേണ്ടത് നൈലോൺ ബാൻഡാണ്. നൈലോൺ ബാൻഡ് ന്യൂഡ് കളറിൽ വരുന്നതാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതുപോലെ നെറ്റ് ഫാബ്രിക്കിൽ വരുന്ന ലേസ് എടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ ആവശ്യമുള്ള സൈസിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ബൗ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് എത്രയാണോ അളവ് വേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ലേസിനെ 2ആയി ഫോൾഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലൂടെ റണ്ണിങ് സ്റ്റിച്ച് ഇട്ടിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നല്ലൊരു ബൗ ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, എന്നാലും അറിയാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടാവില്ല, അവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. അതിനുശേഷം ഇതാ ഞാനിവിടെ കുറച്ച് വൈറ്റ് ബീഡ്സ് എടുത്തിട്ടുണ്ട്. 6mm സൈസിൽ വരുന്ന ബീഡ്സാണ്. 6mm തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളത് അതെടുത്താലും മതി. ഒരുപാട് വലിയ സൈസ് എടുക്കണ്ട. 6mm അല്ലെങ്കിൽ 8mm വരെയുള്ള ഏത് സൈസ് ബീഡ്സ് ആയാലും എടുത്താൽ മതി. ഏകദേശം ഒരു 10-20 ബീഡ്സോളം നമുക്കവിടെ ആവശ്യമുണ്ട്. ഞാനിവിടെ 20 ബീഡ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആ 20 ബീഡ്സിനും ചെറിയൊരു പീസ് ഗിയർ വയറിലോട്ടൊന്ന് കോർത്തെടുക്കണം. അതിനുശേഷം അതിനെ 2 പാർട്ടാക്കിയിട്ട് മാറ്റണം. 10 പീസ് വേറെ 10 പീസ് വേറെ ആക്കിയിട്ട് അതിൻ്റെ സെൻറ്ററിലൂടെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കണം. ഏകദേശം ഒരു ബൗ ഷേപ്പൊക്കെ വരുന്ന രീതിയിൽ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. ബൗ ഷേപ്പിൻ്റെയൊക്കെ ആകൃതിയിൽ അതിൻ്റെ സെൻറ്ററിലൂടെ ഒന്ന് നന്നായിട്ടൊന്ന് പിരിച്ചെടുത്താൽ മതി. അതിനുശേഷം ഇതാ അതിന് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബൗവിൻ്റെ മുകളിലോട്ട് സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. നമ്മൾ ബാലൻസ് വന്നിട്ടുള്ള ആ ഒരു ഗിയർ വയർ വെച്ചിട്ട് തന്നെ അതിന് സെൻറ്ററിലൂടെ ഒന്ന് ചുറ്റിയെടുത്താൽ മതി. നന്നായിട്ടൊന്ന് ടൈറ്റായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ഇതവിടെ ഫിക്സായി നിന്നോളും. അപ്പോൾ ഇതാ അതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെൻട്രലായിട്ട് വെക്കാൻ ഇതുപോലൊരു പീസ് നെറ്റ് ലൈസ് തന്നെ ചെറിയൊരു പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അത് ഇതിൻ്റെ സെൻട്രലായിട്ട് വെച്ച് കൊടുക്കുക. അതിൻ്റെ അടിയിൽ നമ്മൾ നൈലോൺ ബാൻഡ് ഒന്ന് വെച്ച് കൊടുക്കണം. നൈലോൺ ബാൻഡും കൂടെ ചേർത്ത് വെച്ചിട്ട് വേണം അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എപ്പോഴും ഇതുപോലുള്ള ക്ലോത്തൊക്കെ വെച്ചിട്ട് ഈ ഒരു ടൈപ്പ് ലേസൊക്കെ വെച്ചിട്ട് നമ്മൾ ഹെയർ ബൗസൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതെപ്പോഴും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് തന്നെ ആ ഒരു നൈലോൺ ബാൻഡിലേക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കുമ്പം അത് കറക്റ്റായിട്ട് അവിടെ ഫിക്സ് ചെയ്ത് നിൽക്കില്ല. കുറച്ച് കഴിയുമ്പോൾ അത് ഇളകി പോരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഇതുപോലുള്ള ടൈപ്പ് ക്ലോത്തൊക്കെ വെച്ച് ചെയ്യുമ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ശ്രദ്ധിക്കുക. അങ്ങനെ ലാസ്റ്റായിട്ട് ഇതാ ചെറിയൊരു ഷോ പീസ് സെൻട്രലായിട്ട് ചെറിയൊരു സ്റ്റോൺ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ സ്റ്റോൺ ചെയിനും ബീഡൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ അതിൻ്റെ സെൻട്രലായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹെയർ ബാൻഡ്, ഫസ്റ്റത്തെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫൈനൽ ലുക്ക് എന്തായാലും അടിപൊളിയല്ലേ? നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് എന്താണെന്ന് നോക്കാം. അടുത്തത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റമാണ്. 2 മിനിറ്റിൽ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാ ഇതിനായിട്ട് ഞാനിവിടെ ഗ്ലിറ്ററിൽ വരുന്ന റിബണ് കട്ട് ചെയ്ത് 3 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 3 സൈസിലാണ് വരുന്നത്. ഒന്ന് വലുത്, പിന്നെ ചെറുത്, പിന്നെ അതിലും ചെറുത്, ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അതിലിതാ ആദ്യം നമ്മൾ കട്ട് ചെയ്ത് വെച്ചതിൽ നിന്നും വലിയ പീസ് റിബൺ എടുത്തിട്ട് 2ആയി ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബൗ ഷേപ്പ് ആക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് 2ആമത്തെ പീസ് കൂടെ വെച്ച് കൊടുക്കാം. ശേഷം അത് രണ്ടും കൂടെ ഒന്നിച്ച് പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് സെൻറ്ററിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ 3ആമത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ചെറിയൊരു പീസും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് 3ഉം കൂടെ ഒരുമിച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിൻ്റെ സെൻറ്ററിലൂടെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ അത് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻറ്ററിൽ വെക്കാനായിട്ട് ഇതുപോലെ ചെറിയൊരു പീസ് റിബൺ കൂടെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നൈലോൺ ബാൻഡ് കൂടെ അതിൻ്റെ അടിയിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം രണ്ടും കൂടെ ഒന്ന് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ എല്ലാം കൂടെ ഒന്നിച്ച് പിടിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ അതിൻ്റെ ബാക്ക് വശത്തായിട്ട് നമ്മൾ ആ ഒരു റിബണിൻ്റെ കട്ട് ചെയ്ത ഭാഗം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. അത് പുറത്തേക്ക് തെളിഞ്ഞ് നിൽക്കാത്ത വിധത്തിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് സൈഡൊക്കെ ഒന്ന് ഉരുക്കി കൊടുക്കുക. അതിനുശേഷം അത് ഫോൾഡ് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, എന്നാലേ നീറ്റ് ഉണ്ടാവുള്ളൂ. നല്ലൊരു പെർഫെക്ഷൻ കിട്ടണമെങ്കിൽ അതുപോലെ ചെയ്യണം. അപ്പോൾ അതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന 2 ടൈപ്പ് റിബണാണ്. ഇനി ഇതിൻ്റെ സെൻട്രലായിട്ട് ഞാൻ ഇതുപോലൊരു ഹാഫ് ബീഡ് കൂടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യമൊന്നുമില്ല, ചെറിയൊരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നേ ഉള്ളൂ. അപ്പം ഇതുപോലെ സെൻറ്ററിൽ വെക്കുന്ന എന്തെങ്കിലും ഷോ പീസ് ആയിട്ടുള്ള ഐറ്റം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലൊരു ബീഡ് ഒട്ടിച്ച് കൊടുത്താലും മതി. അങ്ങനെ നമ്മുടെ ഹെയർ ബാൻഡ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എളുപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന 2 സിമ്പിൾ ഐഡിയാസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ന്യൂ ബോൺ ബേബീസിനൊക്കെ നല്ല സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. എൻ്റെ ഈ കുഞ്ഞു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ.